ആ ഓക്കെ ഓക്കെ അതെ 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 അതെ. അപ്പോൾ ആ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കും നമുക്ക്. ഓക്കെ, നമുക്ക് അപ്പം ജസ്റ്റ് ഇനി അപ്പോൾ അടുത്തൊരു ദിവസം ആകുമ്പോഴേക്ക് ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്ക് നമ്മുടെ ഒരു പ്ലാൻ ഇങ്ങനെയാണ്. ഈ വീക്കെൻഡ് ആകുമ്പോഴേക്ക് ഇതുവരെയുള്ള നമ്മളുടെ ഈ ഒരു വീക്ക് ആകുമ്പോഴേക്ക് ഇൻഡസ്ട്രിയൽ അനാലിസിസും നമ്മൾ കഴിയും. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ അനാലിസിസും കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ അതുവരെയുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മീൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ അതുവരെയുള്ള എല്ലാ ക്യൂസും നമ്മൾ അറ്റൻഡ് ചെയ്യുക. വീണ്ടും വീണ്ടും ക്യൂസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്താൽ അപ്പോൾ പോയിട്ട് ആ റിവിഷൻ കഴിഞ്ഞാൽ ക്യൂസ് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം സെക്കൻഡ് മൊഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്യൂസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഈ 6th മൊഡ്യൂൾ കഴിയുന്നത് വരെയുള്ള എല്ലാ ക്യൂസും അറ്റൻഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ലേൺ ചെയ്യേണ്ട ഏരിയാസ് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നല്ല പെർസെൻറ്റേജ് ആ ഏരിയാസ് കവർ ചെയ്തിട്ട് അതിനൊരു ബ്ലോക്കായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുക, പുതിയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മൊഡ്യൂൾസ് വരുന്ന കമ്പനി അനാലിസിസ് എന്നുള്ള ഏരിയയിലേക്കും വാല്യുവേഷൻ എന്നുള്ള ഏരിയയിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. കാരണം അവിടെ നമുക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഒരു ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് പോയാൽ പിന്നെ നമ്മൾ ഭയങ്കര ഹറിബറി ആയി പോവും. അതേപോലെ നമ്മൾ ഫെയിലായി പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ PMS മാനേജർ എന്ന് പറഞ്ഞൊരു എക്സാം എഴുതാൻ പോയപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഹറിബറി ആയി. ഞാനെൻ്റെ പ്രിപ്പറേഷനും അത്ര വലിയൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. പിന്നെ പ്രശ്നം വന്നത് എന്താ ചോദിച്ചാൽ, അവിടെ കാൽക്കുലസ് എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എക്സലിന് പകരം കാൽക്കുലസ് ആണ് എനിക്ക് എൻ്റെ സിസ്റ്റത്തിലുണ്ടായത്. ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അവിടെ എനിക്ക് കാൽക്കുലസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതോടുകൂടി എൻ്റെ പ്രോബ്ലം ചെയ്യുന്ന ഏരിയാസും ടൈമും എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയ പോലെ ഒരു സിറ്റുവേഷനായി. അങ്ങനെ എനിക്ക് അതിന് 52 മാർക്കോ അങ്ങനെ എന്തോ കിട്ടുകയും ചെയ്തു. പക്ഷേ 60 വേണമായിരുന്നു. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എനിക്ക് തന്നെ ഒന്ന് ഇരുന്നാൽ ശരിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹറിബറി ആയപ്പം കുറേ ഞാൻ വെറുതെ ചെയ്തു. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോരുന്ന രീതിയിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവരുത്. അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മളത് ശ്രദ്ധിക്കുക. അപ്പം ഈ രണ്ട് വെബ്സൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ആദ്യം കൺവീനിയൻറ്റ് ആ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ NISത്തിൻ്റെ എന്തായാലും ട്രൈ ചെയ്യണം, അത് ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്നുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിനെ ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു 2 വേ ആണ്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് the fundamental and the second part is technical analysis. Technical analysis means it's a process of analyzing the price movement ആണ്. അല്ലെങ്കിൽ by using the different tools like averaging or അതേപോലത്തെ different പ്രൈസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രൈസിങ് മൊമെൻറ്റം ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് the main purpose of the technical analysis. And so come to the main part, that's a fundamental analysis. Come to the fundamental analysis, കമ്പനിയുടെ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ്, അതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെറസ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് പെർഫോമൻസ് ആണ്. കമ്പനി മേക്ക് ചെയ്ത പ്രോഫിറ്റ്, അസറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയാം. പിന്നെ അതേപോലെ കമ്പനിയുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിയുടെ ബാക്ക്ഗ്രൗണ്ട്. കാരണം എക്കണോമി നന്നായിട്ട് ഇൻഡസ്ട്രീനെ പുഷ് ചെയ്യും, ഇൻഡസ്ട്രി നന്നായിട്ട് കമ്പനീനെ പുഷ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. ടെക്നിക്കൽ അനാലിസിസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സ് ആണെങ്കിൽ, ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ഓക്കെ, ഈ റിസർച്ച് അനലിസ്റ്റ് പ്രോഗ്രാം എന്നുള്ളത് മോർ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനി അനാലിസിസിലൊക്കെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലൊക്കെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും ഉള്ള കണ്ടന്റ് മാത്രമാണുള്ളത്. ഇറ്റ്സ് മോർ ഓൺ
ഇറ്റ്സ് മോർ ഓൺ ദ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ഈ റിസർച്ച് അനലിസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഒരു തീം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടമെൻ്റൽ അനാലിസിസിന് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഹാവ് എ 3 pillars. The first one is economic analysis, and then second is industrial, and third one is a company. അപ്പോൾ അതിൽ എക്കണോമിക് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്കണോമിക് അനാലിസിസിൻ്റെ ഒരു ഡ്യൂട്ടി എന്നുള്ളത് നമുക്ക് ഇത്രയാണ്. എക്കണോമിയിലുള്ള മാക്രോ ഫാക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും ആ മാക്രോ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മാക്രോ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ എക്കണോമീനെ മുന്നോട്ടേക്ക് ലീഡ് ചെയ്യുന്നത്, ആ ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ് കമ്പനീസിനെയും ബിസിനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു എക്കണോമിക് ഫാക്ടേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഏത് എക്കണോമിക് പോളിസീസും, മോണിറ്ററി പോളിസീസ് ആവാം, ഫിസിക്കൽ പോളിസീസ് ആവാം, എംപ്ലോയ്മെൻറ്റ് ഡാറ്റ ആവാം, ഇൻഫ്ലേഷൻസ് ആവാം, GDP ഗ്രോത്ത് ആവാം, ഇനി മറ്റ് ടാക്സേഷൻസിലുള്ള ഗ്രോത്ത് ആവാം, അതേപോലെ GSTയിലുള്ള ഗ്രോത്ത് ആവാം, ഇങ്ങനെയുള്ള ഓരോ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ഇപ്പം ഇതേപോലെ ക്വാർട്ടർലി GST ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അവരുടെ GST ഡാറ്റ പബ്ലിഷ് ചെയ്യും. ആ GST ഡാറ്റയുടെ അനാലിസിസ് എന്നുള്ളത് ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിന് നല്ലതാണ്. കാരണം ഏതൊക്കെ സെക്ടേഴ്സിൽ നിന്നാണ് കൂടുതൽ GST പ്രസൻ്റ്ലി കളക്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് അത് ഗ്രോത്ത് കൂടുതലുള്ളത്, അങ്ങനത്തെ ഡാറ്റാസൊക്കെ നമുക്ക് GST ക്വാർട്ടർലി റിപ്പോർട്ടുകൾ ഡിഫറെൻറ്റ് ക്വാർട്ടർലിത്തെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പ്രഡിക്ഷൻസ് ഒക്കെ പോസിബിൾ ആവും. അപ്പോൾ അത്തരം ഡാറ്റാസൊക്കെ നമുക്ക് അങ്ങനെ മാക്രോ എക്കണോമിക്സിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഫർദർ റീഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ഫാക്ടേഴ്സിനെ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം ട്രാക്ക് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഈ RBIയുടെ വെബ്സൈറ്റ്സ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് RBIയുടെ വെബ്സൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ അനാലിസിസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. RBIയുടെ വെബ്സൈറ്റിൽ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് ഉണ്ടാവും. ആ ആനുവൽ റിപ്പോർട്ട്സ് ഒരു മിനിറ്റ് എവിടെയാണ് നോക്കട്ടെ. ഓക്കെ, പ്രസ് റിലീസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, പബ്ലിക്കേഷൻസിൽ ആനുവൽ, ക്വാർട്ടർലി, മന്ത്ലി ഒക്കെ തന്നെ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യും. ആ റിപ്പോർട്ട്സ്, ആ ബുള്ളറ്റിൻ നമുക്ക് എന്താണ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇവിടെ കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ആനുവലി പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയുള്ള ഹാഫ് ഇയർലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്സ് ഉണ്ട്, മോണിറ്ററി പോളിസി റിപ്പോർട്ട്സ് ഉണ്ട്. ഇത് RBIയുടെ വെബ്സൈറ്റാണ്. RBIയുടെ വെബ്സൈറ്റിൽ പോവുക, പബ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ RBIയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആവും. പബ്ലിക്കേഷൻസ് എല്ലാം കുറച്ച് ലെങ്തി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ പതുക്കെ നമുക്ക് ഒരു അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. ബൈ മന്ത്ലി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ട്. അത്തരം ഡാറ്റാസ് ഇതേപോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. 1 by 1 ആയിട്ട് നമുക്ക് ഇൻപുട്ട് വരുന്നതാണെങ്കിൽ മാത്രം റീഡ് ചെയ്യാം, അല്ലാത്ത ഡാറ്റാസ് ആണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ RBIയുടെ വെബ്സൈറ്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യാം, അത് സർവേ പ്രൊഫഷണൽ ഫോർകാസ്റ്റേഴ്സ്, മാക്രോ ഇൻഡിക്കേറ്റേഴ്സ്, റിസൾട്ടിൻ്റെ ഓക്കെ. അപ്പം ജസ്റ്റ് ഇത് GDPയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഈ ഒരു ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഒരു ഷോർട്ട് സാധനമാണ്. ജസ്റ്റ് ഈ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജസ്റ്റ് നോക്കുക. ഇനീഷ്യലി നമ്മൾ അതിൻ്റെ ആനുവൽ പബ്ലിക്കേഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്, നല്ലതാണ്. അതേപോലെ ഹാഫ് ഇയർലി പബ്ലിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിൽ മന്ത്ലി പബ്ലിക്കേഷൻസിൽ ഒരു റിപ്പോർട്ട് RBI ബുള്ളറ്റിൻ, അത് RBI ബുള്ളറ്റിൻ അവർ മന്ത്ലി പബ്ലിഷ് ചെയ്യും.
ഓക്കെ. ഈ മന്ത്ലി റിപ്പോർട്ട്സ് ഇതേപോലെ നമ്മൾ എടുത്ത് നോക്കുന്നത് നമുക്ക് നല്ലതാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷേ ഈ പല എല്ലാ ഇപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ വരുന്ന ന്യൂസ് പേപ്പറിലേക്കൊക്കെ വരുമ്പോൾ അവരിത് ഇതെല്ലാം ഈ റിപ്പോർട്ട്സുകളെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ജസ്റ്റ് ഇതാ റിസർവ് ബാങ്ക്സിൻ്റെ ബുള്ളറ്റിൻസ് ഇതേപോലെ നമുക്ക് അവൈലബിൾ ആവും. കുറച്ച് റീഡ് ചെയ്യാനൊക്കെ ഇത്തിരി സമയം എടുക്കുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പേർപ്പസ് അനുസരിച്ച് റെഗുലറായിട്ട് ഈ വെബ്സൈറ്റ്സിനെ ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇയർ ഒക്കെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ അധികം എക്കണോമിക് ഡാറ്റാസും വേർഡ്സും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ എക്കണോമിക് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ അനാലിസിസ്. ദെൻ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്നുള്ളത് എക്കണോമിക് അനാലിസിസ് കഴിയുന്നു. നെക്സ്റ്റ് പാർട്ടാണ് എക്കണോമിക് അനാലിസിസിൽ എക്കണോമി ആസ് എ ബ്രോഡർ സെൻസിലായിരുന്നെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് എക്കണോമിനെ ജസ്റ്റ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ അനാലിസിസിൽ. അവിടെ കുറേ കൂടെ നമുക്കൊരു മൈക്രോ വ്യൂവിലേക്ക് നമ്മൾ പോകും. കുറച്ച് മാക്രോ ആസ്പെക്ട്സ് നിന്ന് മാറി കുറച്ച് അല്പം കൂടെ ഒരു മൈക്രോ വ്യൂവിലേക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, അല്പം ഒരു മൈക്രോ ആസ്പെക്ട്സ് ആണ്. പക്ഷേ ഇൻ കേസ് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ടല്ല, ഓരോ കമ്പനീസിനെ കുറിച്ചിട്ടും അതിൻ്റെ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇനി ആ ഒരു ഏരിയയിലെ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസ് എങ്ങനെയാണ്, ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇത് നമ്മളെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതേപോലെ ഇൻഡസ്ട്രിയൽ സൈക്ലിസിറ്റി, മാർക്കറ്റിൻ്റെ ഒരു സൈസ്, സെക്യുലർ ട്രെൻഡ്സ്, അതൊക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ശൈല ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഒരു ഡിഫറെൻ്റ് ആയില്ല, അപ്പം മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ രീതിയിലുള്ള കമ്പനീസ് ഉണ്ടാവും. ഒന്ന് നമ്മളുടെ ട്രെൻഡിന് അതേപോലെ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെങ്കിൽ അത്തരം ഷെയർസ് അപ്സൈഡിലേക്ക് പോകും. സെർട്ടൈൻ കമ്പനീസ് മാർക്കറ്റ് അല്പം ഒന്ന് ഡൗൺ സൈഡ് ഇറങ്ങുമ്പം പോലും സ്റ്റേബിളായി നിൽക്കുന്ന കമ്പനീസ് ഉണ്ടാവും. ചിലപ്പോൾ അപ്സൈഡ് പോകുന്ന കമ്പനീസ് ഉണ്ടാവും. അങ്ങനെ പോർട്ട്ഫോളിയോയിലേക്ക് അങ്ങനെ നോക്കിയിട്ട് ആഡ് ചെയ്യാറുണ്ടായിരുന്നോ? ഒരു ഇൻഡസ്ട്രിയുടെ സൈക്ലിസിറ്റി നോക്കാറുണ്ടായിരുന്നോ ഷഹൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ ഷെയർസ് ചൂസ് ചെയ്യുമ്പം ഇപ്പോൾ മാർക്കറ്റിൽ പല സൈക്കിൾസ് ഫോളോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ചിലത് റെയിനി സീസണിലായിരിക്കും അപ്സൈഡ് പോവുക, ചിലത് ഫെസ്റ്റിവൽ സീസണിലായിരിക്കും പോവുക. ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് ഷെയർ പിക്ക് ചെയ്യാറുണ്ടായിരുന്നോ? ഉണ്ട്. കൺസ്ട്രക്ഷൻ പിന്നെ ഇപ്പോൾ നമ്മൾ ഇതേപോലെ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒക്കെ ചിലപ്പോൾ അതേപോലെ ആണ്. കൺസ്ട്രക്ഷൻ കമ്പനീസ് നല്ല സമ്മർ സീസൺ കഴിയുമ്പോഴേക്ക് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. പെയിന്റ്, സിമെന്റ്സ് ഇവരൊക്കെ തന്നെ. പിന്നെ റെയിനി സീസൺ നോക്കാറുണ്ട് അല്ലേ? ഓക്കെ. അതെ. ഒരു മൺസൂൺ സീസൺ കഴിയുമ്പോൾ ഫെർട്ടിലൈസേഴ്സ് കമ്പനീസ് എപ്പോഴും നന്നായിട്ട് നല്ല ക്വാർട്ടർലി റിട്ടേൺസും റിസൾട്ടും ഒക്കെ പബ്ലിഷ് ചെയ്യും. അതെ. പിന്നെ ഇതിൽ തന്നെ വേറൊരു സെനാരിയോസും കൂടെ ഉണ്ട്. ഇപ്പം എക്കണോമിക് സൈക്കിൾ ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് പല കമ്പനീസും IT കോവിഡിന് ശേഷം മേലേക്ക് പോയെങ്കിലും ബാങ്കിങ് അവിടെ പിടിച്ചു നിന്നെങ്കിലും മറ്റ് കുറേ സെക്ടേഴ്സ് നല്ലോണം താഴെ പോകും. ഹോട്ടല്, അതേപോലെ തന്നെ ഹോട്ടൽസ്, പിന്നെ അതേപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അങ്ങനെ കുറേ സെഗ്മെന്റ് താഴെ പോകും. പക്ഷെ അത് സെയിം സെഗ്മെന്റിൽ തന്നെ നമ്മളെ കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന, ഡിസ്ക്രിഷണറീസ് അല്ല, കൺസ്യൂമേഴ്സ് നെസസറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കമ്പനീസ് മാർക്കറ്റിൽ നല്ല പെർഫോമൻസ്, ഇപ്പോൾ ITC പോലെയുള്ള കമ്പനീസ്, അങ്ങനെയുള്ള കുറേ അധികം ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള കമ്പനീസ്, നെസ്ലെ ഇന്ത്യ പോലുള്ള കമ്പനീസ് ഒക്കെ തന്നെ മാർക്കറ്റ് അവർ ഒരു ഡിഫെൻസീവ് സെക്ടറാണ് മാർക്കറ്റിൽ. ഏതാണ്? ക്ലിയർ ആയില്ല.
അതെ അതെ, ഫാർമ കമ്പനീസ് ഡിഫെൻസീവ് ആണ്. കാരണം ഫാർമ കമ്പനീസിന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു മിനിമം എമൗണ്ട് ഓഫ് സാധനങ്ങൾ നമ്മൾ സെല്ല് ചെയ്യേണ്ടി വരും, ആളുകൾക്ക് മേടിക്കേണ്ടി വരും, അത് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം കമ്പനീസൊക്കെ ഡിഫെൻസീവ് ആണ്. അപ്പം അങ്ങനെ നമ്മളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു അനാലിസിസിന്, ആ അനാലിസിസിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഇൻഡസ്ട്രിയൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇനി അതേപോലെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ സാധ്യതയുള്ള കമ്പനീസ് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ആ ഒരു അതായത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നോക്കുന്ന സമയത്ത് പല സെക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആവാം, IT ഉണ്ട്, ഇനി ബാങ്കിങ് റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് സെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് സെക്ടേഴ്സിനാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഓക്കെ ഏത് സെക്ടേഴ്സിലാണ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കേണ്ടത്? ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും നമുക്കറിയാം, ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഒരു 10%, ബാങ്കിങ്ങിന് ഒരു 15 or 20%, ഹെൽത്ത് കെയറിന് ഒരു 10%, മീൻസ് ഓട്ടോമൊബൈലിന് ഇതേപോലെ ഒരു 5 to 10%, എനർജി മോർ ദാൻ 10%, ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ പല രീതിയിലുള്ള അലോക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ അലോക്കേഷൻസിൻ്റെ ഇന്നർ പാർട്ടിലേക്ക് വന്നാൽ വീണ്ടും സബ് കാറ്റഗറീസ് ഉണ്ടാവും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അവിടെ ബാങ്കിങ് കമ്പനീസ് വരും, അതേ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് വരും, ഇൻഷുറൻസ് വരും, ഫിൻടെക് കമ്പനീസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ എത്രത്തോളം ഓരോ ഏരിയയിൽ എത്രത്തോളം നമ്മൾ കൺസിഡർ ചെയ്യണം, എത്രത്തോളം പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ, അല്ല ഇവിടുന്ന് ഏതൊക്കെ കമ്പനീസ് നമ്മൾ പിക്ക് ചെയ്യണം, ഏതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെയാണ്, സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അതേപോലെ മേക്കേഴ്സ് ഉണ്ട്, കൺസൾട്ടൻസി സർവീസസ് ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ മീൻസ് IT കമ്പനീസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏത് ടൈപ്പ് കമ്പനീസിന് ഇനി ഹോൾഡ് ചെയ്യണം? കാരണം ഇപ്പോൾ ഹൈലി മീൻസ് എന്താ പറയുക, ഇന്ന് IT ഭയങ്കര ഭീകരമായിട്ട് കയറിയിട്ടുണ്ട്, ഒരു 3% ഒക്കെ കയറിയിട്ടുണ്ട്. IT ആണ് ഇന്ന് മാർക്കറ്റിനെ അപ്സൈഡിലേക്ക് ഉയർത്തിയത്. എന്നാലും അപ്പോൾ ഇതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ എങ്ങനെയാണ് എക്സ്പോഷേഴ്സ് കൊടുക്കേണ്ടത്, അതിൽ തന്നെ ലാർജ് മിഡ് സ്മോളിൽ എങ്ങനെയാണ് എക്സ്പോഷേഴ്സ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെക്ടറിൽ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിലുണ്ട്, അതിലേതൊക്കെ ഷെയർസ് മാർക്കറ്റിലുണ്ട്, അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയി. അതേപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് ലാർജ് ക്യാപ്പ്, ഏതൊക്കെയാണ് മിഡ് ക്യാപ്പ്, ഏതൊക്കെയാണ് സ്മോൾ ക്യാപ്പ്, നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു അലോക്കേഷൻ നമ്മൾ കൊടുക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു 10 ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ഒരു അലോക്കേഷൻസ് എന്തായിരിക്കും, ലാർജ് ക്യാപ്പിൽ എത്ര വേണം, സ്മോൾ ക്യാപ്പിൽ എത്ര വേണം, മിഡ് ക്യാപ്പിൽ എത്ര വേണം എന്നുള്ളത് അലോട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യാം. അതൊരാളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയും ആളുടെ നീഡും ഏജും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സൊക്കെയാണ് നമ്മളിവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് അതാണ്. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ഇൻഡസ്ട്രിയിലേക്കായിരിക്കണം നമ്മളുടെ എമൗണ്ട് പാർക്ക് ചെയ്യേണ്ടത്. അത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്നല്ല, ഒരു ഇൻഡസ്ട്രീൻ്റെ ഇപ്പോൾ ഒരു ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട്സ് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു വെറുതെ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നിപ്പോണിൻ്റെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുക്കാം. ഓക്കെ, നിപ്പോൺ ലാർജ് ക്യാപ്പ് ഫണ്ട് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നു. ഓക്കെ, അർഷദ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ 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 അപ്പോൾ ഇങ്ങനെ നിപ്പോണിൻ്റെ ഈ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകുമ്പോൾ അവരുടെ AUM ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 53 CR ഉണ്ട്, 53,000 CR ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നോർമലി മിനിമം 100 rupees മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ദെൻ താഴേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ഇവരുടെ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 70 കമ്പനിയിലേക്കായിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്.
ദെൻ അറൗണ്ട് നമുക്കറിയാം ഇവിടെ HDFC ഉണ്ട്, ICIC, റിലയൻസ്, ആക്സിസ്, ഇങ്ങനെ LNT, അങ്ങനെ കുറേ അധികം കമ്പനീസിനേക്ക് അവരുടെ അലോക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ഫണ്ടിൽ ഒരു 1% ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു അറൗണ്ട് ഒരു 98-99% അവർ ഹോൾഡ് ചെയ്യുന്നത് ഇക്വിറ്റി ആയിട്ടാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് നല്ല പെർസെൻറ്റേജ് മാർക്കറ്റിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ദെൻ അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നും കൂടെ അറിയണം, എത്ര പെർസെൻറ്റേജാണ് ലാർജ് ക്യാപ്പിൽ കൊടുത്തത്, എത്ര പെർസെൻറ്റേജാണ് മിഡിൽ, എത്ര പെർസെൻറ്റേജാണ് സ്മോൾ ക്യാപ്പിലേക്ക് അലോട്ട് ചെയ്തതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ലാർജ് ക്യാപ്പ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ അതിലെ മേജർ 65% ആൻഡ് എബോവ് അവർ എന്തായാലും മിനിമം അവർക്ക് എന്ത് ചെയ്യണം, ലാർജ് ക്യാപ്പിൽ എക്സ്പോഷർ വേണം. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു 84% ലാർജ് ക്യാപ്പിലാണുള്ളത്. ദെൻ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലൊക്കെ ചെറിയ പെർസെൻറ്റേജ് എക്സ്പ്ലോഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഫണ്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പാറ്റേൺ ആയിരിക്കും. അതിനുശേഷം അവർ സെക്ടോറിയൽ അലോക്കേഷൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഫിനാൻസിൽ അറൗണ്ട് 37%, കൺസ്യൂമർ ഡിസ്ക്രിഷണറീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാധനമായിരിക്കില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ കാറ് മേടിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഐറ്റംസ് ഉണ്ട്. പിന്നെ മറ്റ് കൺസ്യൂമേഴ്സ് ടെമ്പിൾസ് എന്ന് പറയുന്ന സമയത്ത് മറ്റ് നെസസറി ഐറ്റംസ് ആണ്. അപ്പോൾ അത്തരം കമ്പനീസിന് ഒരു 11-12% ഉണ്ട്. എനർജീസിന് ഒരു 9-10% ഉണ്ട്. ടെക്നോളജി, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രീസ്, മെറ്റീരിയൽസ്, റിയൽ എസ്റ്റേറ്റ്, ഡൈവേഴ്സിഫൈഡ് സെക്ടേഴ്സ്, ഒരു കമ്പനി മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ ഹോൾഡ് ചെയ്യുകയാണ്, ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ അലോക്കേഷൻസ് അനുസരിച്ചായിരിക്കും കമ്പനീസ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈവൻ നമ്മളൊരു ഇൻഡിവിജ്വൽ ഒരു പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് നമ്മൾ ബേസ് ആയിട്ട് വെക്കാറില്ല. ഓക്കെ, നമുക്ക് തോന്നുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതെ. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസ് നമ്മൾ കഴിയുമ്പോൾ നമ്മളെടുത്ത് വേണ്ടത്, നമ്മൾ ഇതേപോലെ നമ്മളൊരു 1 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 lakh rupees ഏതൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് ഇതേപോലെ എത്ര എമൗണ്ട് പാർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മളെടുത്ത് വേണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ ഈ ഫിനാൻസിനെ ജസ്റ്റ് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഫിനാൻസിൽ എത്ര പെർസെൻറ്റേജ് ലാർജിൽ വേണം, എത്ര പെർസെൻറ്റേജ് മിഡിൽ വേണം, എത്ര പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിൽ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ എങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആവുന്ന സമയത്തും അതേപോലെ നമ്മളൊരു റിസർച്ചിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതൊരു നമ്മളെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേ ആൻഡ് നൈറ്റ് റിസർച്ചൊക്കെ വേണ്ടി വരും. നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും മാത്രം മതിയാവില്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസിൻ്റെ ഒരു എയിമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ആ ഒരു ലെവലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ജസ്റ്റ് നമ്മളുടെ ഇതിലേക്ക് വരുവാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കുറേ അധികം ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാം. അതിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ അനാലിസിസ് ഇൻ എ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നുള്ളത് വരുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫണ്ടമെൻ്റൽ അനാലിസിസിന് 3 pillars ആണുള്ളത്: എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ്. Economy we already discussed in the last sessions, and then we come into the next session, that is the industrial analysis. And then here industrial analysis എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഒന്ന്, വാട്ട് ഇൻഡസ്ട്രി ഡസ് ദ കമ്പനീസ് ഓപ്പറേറ്റ് ഇൻ. നമ്മളൊരു പർട്ടിക്കുലർ കമ്പനീസിനെ തന്നാൽ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എല്ലാ കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതല്ല, അത് എവിടെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ആ ഒരു സെക്ടറിൻ്റെ എക്സ്പോഷേഴ്സ് എങ്ങനെയൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഒരു സൈക്ലിസിറ്റി എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ, എപ്പോഴൊക്കെയാണ് അത് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഒരു ബൂമിങ് ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിങ് ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത മെച്യൂർഡ് ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ഈ ബിഗിനിങ് സ്റ്റേജ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ അതിനനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. കസ്റ്റമർ പ്രൊഫൈൽ ഓർ ഇൻവെസ്റ്റർ പ്രൊഫൈൽ എന്ന് പറയും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ നമുക്കൊരു ബിഗിനിങ് കമ്പനിയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്, ഷെയർസ് ആണ് ഒപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റർ അതേപോലെ യങ് ആയുള്ള ഒരു ഹൈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റർ ആയിരിക്കണം. അപ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവരുടെ പ്രൊഫൈലിനെ ഇതേപോലെ റിസ്കി ആയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുക. നല്ല റിട്ടേണിൻ്റെ സാധ്യതയുണ്ടാവും, നല്ല ടൈമും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏരിയാസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ സൈക്ലിസിറ്റി നമുക്ക് നോക്കാനുണ്ടാവും.
പിന്നെ ഒരു പൊട്ടൻഷ്യൽസ് എന്താണ്, ഓരോ ഇൻഡസ്ട്രീൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ റീഡ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ കോമ്പറ്റേറ്റീവ് ഡൈനാമിക്സ് എന്തൊക്കെയാണ്, ഓരോ സെക്ടേഴ്സിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ ട്രെൻഡ്സ് എന്താണ്, അതേപോലെ തന്നെ റെഗുലേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് ഇൻഡസ്ട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഏതൊക്കെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ സ്ക്രീനേഴ്സ് സാധാരണ യൂസ് ചെയ്യാറുണ്ടാവും. അപ്പോൾ സ്ക്രീനേഴ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ, സ്ക്രീനേഴ്സിൽ പോയാലും അതേപോലെ തന്നെ ഗ്രോയിൽ പോയാലും ഒക്കെ തന്നെ ഇത് വിസിബിൾ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് നമ്മുടെ ടോട്ടൽ ഇൻഡസ്ട്രീസിനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ ഫസ്റ്റ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രി. അപ്പോൾ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കുറച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ വാറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലാതെ തന്നെ ഗവൺമെൻറ് ഈ ഒരു ഇയറിൽ തന്നെ ഇന്ത്യയിൽ അറൗണ്ട് ഒരു 50,000 CR ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ വലിയൊരു അഡ്വാൻറ്റേജസ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനീസാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസും, അതേപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ്, അതേപോലെ ഭാരത് ഡൈനാമിക്സ്, ഇങ്ങനെ പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത് സ്പെസിഫിക് ആയി എന്താണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം റീസെൻ്റ് ആയിട്ട് വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് അതിൽ പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ. ഇപ്പോൾ യു എസ് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എടുത്താൽ പോലും അവിടെയൊക്കെ നമ്മളൊരു കൂടുതൽ എമൗണ്ട് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ വ്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻപുട്സ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനീസ് ആയിരിക്കും ഈ ഡിഫൻസ് സെക്ടറിലെ കമ്പനീസ്. അപ്പോൾ നമുക്ക് അത്തരം കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ കമ്പനി സ്പെസിഫിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഡിഫൻസ് സെക്ടേഴ്സിൽ നിന്ന് 1-2 കമ്പനി ചൂസ് ചെയ്യണമെങ്കിൽ, ഇൻഡസ്ട്രിക്ക് ഡിഫൻസ് സെക്ടറിന് നല്ല ഔട്ട്ലുക്ക് ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ പിന്നെ അതിൽ ഏത് കമ്പനി ചൂസ് ചെയ്യണമെന്ന് വരുമ്പോൾ അവിടെ നമുക്ക് ഓരോ കമ്പനീസിനെ ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്ത് അവരെന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നമുക്ക് 1-2 കമ്പനീസിനെ ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ സ്ക്രീനറിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഓൾറെഡി ഇത് കാറ്റഗറൈസ് ചെയ്ത് തന്നെയുള്ള ഡാറ്റാസ് അവൈലബിൾ ആണ്. ഇപ്പം ഓട്ടോ മേക്കേഴ്സിൽ ഓട്ടോ കോമ്പോണൻസ് മേക്കേഴ്സ് ഉണ്ട്, ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള. അവിടെ ഇപ്പോൾ നമുക്കറിയാം മദസുമി, അതേപോലെ ബോസ്, അതേപോലെ ഭാരത് ഫോർജ്, ഇങ്ങനെയുള്ള, പിന്നെ മിൻഡ, ഇതൊക്കെ പ്രധാനപ്പെട്ട കമ്പനീസാണ്. ഇവരെ ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബാക്കിയുള്ള കമ്പനീസൊക്കെ ചെറുതാണ്, പക്ഷേ MRF ഒക്കെ കമ്പാരിറ്റീവ്ലി ചെറുതാണ്, പക്ഷേ അതിനേക്കാൾ വലിയ കമ്പനീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയില്ല, ഓട്ടോ റിലേറ്റഡ് ആയില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഗ്രോയിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രോയുടെ ക്ലാസിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് സെക്ടേഴ്സിലെ കമ്പനീസിന് എടുക്കണം. അതോടുകൂടി ജസ്റ്റ് ഒരു മാർക്ക് ഉണ്ട്. ആ ബാങ്കിങ്ങിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ബാങ്കുകൾ വേണോ പബ്ലിക് ബാങ്കുകൾ വേണോ? എനിക്ക് പ്രൈവറ്റ് ബാങ്കുകൾ ജസ്റ്റ് വേണം, ഞാൻ ബാങ്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ബാങ്കിനെ ജസ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ HDFC ഉണ്ട്, ICICI ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്, ആക്സിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഗ്രോയുടെ ഇത് നല്ല ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ജസ്റ്റ് ഇത് ഞാൻ ചെക്കൗട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബാങ്കും ഫിനാൻസും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിനാൻസിൽ അതർ ദാൻ ബാങ്കിങ് സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ഓൾറെഡി ഞാൻ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ് ഇനി ഹൗസിംഗ് ഫിനാൻസിലുള്ളത്? ബജാജ് ഉണ്ട്, പിരമൽ ഫിനാൻസ് ഉണ്ട്, ഹുഡ്കോ ഉണ്ട്, LIC ഫിനാൻസ് ഉണ്ട്, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ആദാ ഫിനാൻസ് ഉണ്ട്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പനീസിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ചൂസ് ചെയ്യണം, ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് ഇങ്ങനെ നമുക്ക് ഒരു ലിസ്റ്റ് തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു സ്പെസിഫിക് ബേസിലാണ്. ആ ബേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഡിഫൈനിങ് ഇൻഡസ്ട്രി എന്നുള്ളൊരു സെഗ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാൻ 3 സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ.
അത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അല്ല ഇന്ത്യൻ ഗവൺമെൻറ് അതിൻ്റെ കാൽക്കുലേഷൻ അല്ലെ ജി എസ് ടി പ്രോസസ്സിനും ജി എസ് ടിയും ഇല്ല അവിടെ ജസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനെ നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ് എന്നാണ് പറയുക. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നില്ല, ഗവൺമെൻറ് പ്രോസസ്സിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഗ്ലോബലി എല്ലാവരും യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ് അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡും നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡിലുള്ള കുറേയധികം ഐറ്റംസ് നാഷണൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻസിൽ ഉണ്ടാവില്ല, നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇൻഡസ്ട്രി അത്രയും വൈഡ് ഗ്രോ ചെയ്തിട്ടില്ല. പല സെഗ്മെൻറ്റിലും കുറഞ്ഞ കമ്പനീസേ ഉള്ളൂ താനും. പക്ഷേ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകളൊക്കെ. കാരണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഒരേ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആവുക. അപ്പം യു എസ് എത്ര പെർഫോം ചെയ്തു, നിഫ്റ്റി എത്ര പെർഫോം ചെയ്യുന്നുണ്ട്, നാസ്ഡാക്ക് 100 എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്പം ഒരു ആക്യുറസി ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂസ് ചെയ്യുന്ന ഡാറ്റാസും നമുക്ക് എന്താവുക എന്നുള്ളതാണ്, ഒരു കമ്പാരബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ എന്നുള്ളത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപേ മറ്റൊരു ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സും ഉണ്ട്, നോർത്ത് അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. ഈ നോർത്ത് അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡിൻ്റെയും പേർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിനാണ് യു എസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അല്ലാത്ത സെനാരിയോയിലൊക്കെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഗ്ലോബലി കമ്പയർ ചെയ്യാനും ബിസിനസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി കം ടു ദ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നാഷണൽ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽസിലേക്ക് വരും. പിന്നെ അതേപോലെ നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് ആ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻഡസ്ട്രീനെ. 11 സെക്ടേഴ്സ് ആയിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നു. ആ 11 സെക്ടേഴ്സിനെ എഗെയിൻ 25 ഇൻഡസ്ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ 25 ഇൻഡസ്ട്രീസിനെ സബ് യൂണിറ്റ്സ് ആയിട്ട് 74 ഇൻഡസ്ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ 74 ഇൻഡസ്ട്രീസിനെ ഒരു 163 സബ് ഇൻഡസ്ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതെല്ലാ സബ് ഇൻഡസ്ട്രീസും നമുക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പല സെഗ്മെൻറ്റും ഗ്രോ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഗ്രോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ബാങ്കിങ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സബ് വരും, ആ സബിൽ വീണ്ടും സബ് വരുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യൻ ഡാറ്റ എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ അത്രയും സബ് വരാനുള്ള സാധ്യതകളില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇപ്പം ഇതിലൊരു ചാലഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതേപോലെയാണ്. ഇപ്പം പലതും ഏത് സെഗ്മെൻറ്റിലാണ് ഏത് കമ്പനി വരിക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരേ കമ്പനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഉണ്ടാവും. ഇപ്പം ജസ്റ്റ് PVR സിനിമ എടുക്കുന്ന സമയത്ത് അവർ സിനിമ എക്സിബിറ്റേഴ്സ് ആണ്, പക്ഷേ അവരെന്തല്ല OTTയിൽ അവർക്ക് പ്രസൻസ് ഉണ്ടോ, അതിൽ അവർ എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഔട്ട് ഓഫ് OOH എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളുടെ മാർക്കറ്റിൽ ഇത്രയും അധികം എന്ത് ചെയ്യില്ല, മീഡിയ സെഗ്മെൻറ്റോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റോ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തെടുക്കാൻ അത്രത്തോളം US പോലെ എന്ത് ചെയ്തിട്ടില്ല, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും ഈ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഗ്രോയുടെയും അതേപോലെ തന്നെ സ്ക്രീനറിലും ഒക്കെ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഓവറോൾ യെസ്, ഈ പല കമ്പനീസും പല ഇൻഡസ്ട്രിയിൽ തന്നെ പല പ്രൊഡക്റ്റായിട്ട് ഡിവൈഡ് ആയി പോകുന്നത് കമ്പനീസ്. അതിൽ ജസ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അത് ഒന്ന് ഇൻഡസ്ട്രിയലായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് അവരുടെ മേജർ ബിസിനസ് ഏതാണോ, അതായത് അറൗണ്ട് മോർ ദാൻ 50% ബിസിനസ് ഏതിലാണോ വരുന്നത് അത് അവരുടെ മേജർ കമ്പനി ആയിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക
ചൂസ് ചെയ്യുക. ബാക്കിയുള്ളതിനെ സബ്സിഡറി എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അപ്പോൾ മേജർ ഇൻകം ഏത് ഏതാണ്? ആ ഓക്കെ. അല്ല ഉണ്ടാവും. അതിപ്പോൾ ഏത് കമ്പനീസ് എടുക്കുകയാണെങ്കിലും ഏത് കമ്പനി സബ്സിഡറി കമ്പനീസ് അവർ മറ്റേ ഏരിയയിൽ എക്സ്പ്ലോഷേഴ്സ് ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പക്ഷെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു നമുക്കിപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അതിനെ പ്യുവറായിട്ട് ഇന്നൊരു സ്ഥലത്ത് നിർത്താൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവരുടെ മേജർ ബിസിനസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതൊരു പ്യുവർ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അത് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ചലഞ്ചസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് അതും വാല്യുവേഷനിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ ചില വർഷങ്ങളിൽ ഒരു സെക്ടർ ലോസിലേക്ക് പോവുകയും അടുത്ത സെക്ടേഴ്സ് പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, സെക്ടേഴ്സ് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കമ്പനി തന്നെ ഒരു സെക്ടറിൽ നിന്ന് മാറി അടുത്ത സെക്ടറിലേക്കൊക്കെ ഫ്യൂച്ചറിൽ എത്താനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പം ചില അഗ്രികൾച്ചർ കമ്പനീസ് പിന്നീട് അത് മാറിയിട്ട് മാനുഫാക്ചറിങ് കമ്പനീസ് ആയി മാറാനൊക്കെ ഉള്ള സാധ്യതകൾ ഫ്യൂച്ചറിലുണ്ട്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വിപ്രോ നമുക്കറിയാം IT കമ്പനി ആയിട്ടാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. പക്ഷേ വിപ്രോ എനിക്ക് തോന്നുന്നു IT അല്ല, ഈവൻ ദ സോപ്പ് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത് വിപ്രോ. അതെ ചന്ദ്രിക മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. വേറെ പിന്നെ ഈ ബൾബ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ടാവും, കാരണം അവർക്ക് ഹൗസ് ഹോൾഡ്സ് എന്നുള്ള ഒരു ഏരിയ തന്നെ അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രോമിനന്റ് അല്ലാന്നേ ഉള്ളൂ. അതെ നേരത്തെ ഒക്കെ എനിക്കൊന്ന് മിഡിമിക്സ് തന്നെയാണെന്ന് തോന്നുന്നു. മിഡിമിക്സ് ആണോ ചന്ദ്രികയാണോ എന്നറിയില്ല, ഏതോന്നും അവരുടേതാണ്. ചന്ദ്രികയാണോ അത്? അതുണ്ട് ഒരു 3%. അതെ 3% കയറി ഉണ്ടായിരുന്നു. എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു അതില്? ഓക്കെ. അതെ. പക്ഷെ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ലോയിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിഫ്റ്റിനെ ജസ്റ്റ് പ്രോഫിറ്റിലേക്ക് എത്തിച്ചത് ഈ IT ഉണ്ടായത് ഒരു ബൂമാണെന്ന് തോന്നുന്നു. IT ഒരു റൈഡാണ് തോന്നുന്നു മേലേക്ക് എത്തിച്ചത്. അതെ ഇന്ന് സെഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഫുൾ ടൈം അതിൽ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വൈകുന്നേരം ഒരു അപ്ഡേഷൻസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോഴാണ് IT ഇങ്ങനെ ജസ്റ്റ് അതെ. ഓക്കെ, പിന്നെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസിന്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ ആണ്. ജസ്റ്റ് നമുക്ക് അതൊന്ന് പെട്ടെന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞോളൂ, ഫസ്റ്റ് എന്നുള്ളത് നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ ആണ്. നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ്. ഡെവലപ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻസ്. ഓക്കെ, ദെൻ അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്നുള്ളത് ഇന്ത്യൻ കമ്പനീസിനായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് വരുത്തുക, ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ പ്രോസസ്സിനും റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആണ് നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അത്തരം പ്രോസസ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്സ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓരോ സെക്ടറിനെ ഒരു ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സെക്ടേഴ്സിൽ നിന്ന് പിന്നീട് സബ് സെക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ മാനുഫാക്ചറിങ് ആണ്, ഫുഡ് മാനുഫാക്ചേഴ്സ് ഉണ്ടാവും, മറ്റ് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും, ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് ഉണ്ടാവും. അവർക്ക് വീണ്ടും സബ് നമ്പർ കൊടുക്കുന്നു. അതിൽ നിന്ന് വീണ്ടും സബ് എന്നുള്ള രീതിയിൽ ഒരു 4 ടയർ സ്ട്രക്ചറാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷൻ സെക്ടേഴ്സ്, ബ്രോഡർ സെക്ടേഴ്സ്, അതിനെ ആൽഫബറ്റ്സ് A to Z അല്ല A to S വരെയോ മറ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നീട് അതിൽ നിന്ന് ഡിവിഷൻസ്, അത് ഏത് കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് ഗ്രൂപ്പ്, ക്ലാസ്, സബ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതേപോലെ കോഡ്സ് വരുന്നത് A to Z വരിക. ഇപ്പോൾ അഗ്രികൾച്ചർ ആണ് A ആണ്, മൈനിങ് ആണ് B ആണ്, ആൻഡ് C മീൻസ് മാനുഫാക്ചറിങ് ആണ് C ആണ്. ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അതിനെ സബ് ക്ലാസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ
അതിന് ഈക്വലൻ്റ് ആയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമുക്കൊരു ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് എന്നുള്ളത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് ഇവിടെ എയിം ചെയ്യുന്നത് മെയിൻ ഒരു പ്രോസസ് എന്നുള്ളത് കാരണം നമ്മുടെ മാർക്കറ്റൊക്കെ ഗ്ലോബലിയാണ്. അപ്പം നമ്മുടെ എക്കണോമി എല്ലാം ഗ്ലോബലിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്നത് ഗ്ലോബലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാർക്കറ്റിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, ഗ്ലോബലി ഇൻവെസ്റ്റേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാർക്കറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആളിന് മാത്രം, അല്ലെങ്കിൽ സ്പെസിഫിക് കമ്പനീസിന്, സ്പെസിഫിക് കൺട്രീസിന് അവരുടെ കറൻസീസിൽ മാത്രമാണെങ്കിൽ ആ സ്പെസിഫിക് കൺട്രീസിന് ഈസി ആയിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റാത്ത സെനാരിയോസ് ആയിരിക്കും വരിക. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനീസിലേക്ക് പുറത്തുനിന്നുള്ളൊരു ഇൻവെസ്റ്ററിന് നമ്മൾ നാഷണൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് അത് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെവൽ ഇങ്ങനെയായിരുന്നു. നമുക്ക് സെക്ടറുകൾ 11 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 11 സെക്ടേഴ്സിനെ 25 സബ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 25 സബ് സെക്ടേഴ്സിനെ അറൗണ്ട് 74 ഇൻഡസ്ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതിനെ വീണ്ടും സബ് ഇൻഡസ്ട്രീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ സബ് ഇൻഡസ്ട്രീസ് എന്നത് 163 സബ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അലോക്കേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 11 സെക്ടേഴ്സ് ആയിട്ട് മാറുന്നത് എനർജി, മെറ്റീരിയൽസ്, ഇൻഡസ്ട്രി, കൺസ്യൂമർ ഡിസ്ക്രിപ്ഷൻസ്, കൺസ്യൂമർ സ്റ്റേബിൾസ്, ഹെൽത്ത്, ഫിനാൻഷ്യൽ, ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, യൂട്ടിലിറ്റീസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്സ് ആണ്. ദെൻ അതിനുശേഷം എഗെയിന് ഈ സെക്ടേഴ്സിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എനർജി തന്നെയായിട്ട് കീപ്പ് ചെയ്യുന്നു. പിന്നെ മെറ്റീരിയൽസ്, ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, വീണ്ടും അതിനെ സബ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോർമലി ഫിനാൻസ് ഉണ്ട്. പക്ഷേ ഫിനാൻസിൻ്റെ സബ് കാറ്റഗറീസ് വരുമ്പോൾ അവിടെ ബാങ്ക്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഫിനാൻസ് വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എന്താണ്, ഫിനാൻസിൻ്റെ അണ്ടറിലാണ്. പക്ഷേ ഇത് വീണ്ടും സ്പ്ലിറ്റ് ആവും. അതിനുശേഷം ബാങ്കിലേക്ക് വരുമ്പോൾ ബാങ്ക് വീണ്ടും സ്പ്ലിറ്റ് ആവും. അവിടെ പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, പബ്ലിക് ബാങ്ക്സ് ഉണ്ട്. ഫിനാൻഷ്യൽ സർവീസസ് വീണ്ടും സ്പ്ലിറ്റ് ആവും. ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആയിട്ട് വരും. ഇൻഷുറൻസിലും ഇതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് വരും, ലൈഫ് ഇൻഷുറൻസ് വരും. പിന്നെ സ്പെസിഫിക് ഇൻഷുറൻസസ് ഉണ്ടെങ്കിൽ അത്തരം ഇൻഷുറൻസും അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐറ്റംസ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 25 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഇതേപോലെ ആ ലിങ്ക് ഞാൻ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് നോക്കിയാൽ മതി, ഞാൻ അത് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ക്ലാസിഫിക്കേഷൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് നാഷണൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്, ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ള രീതിയിൽ. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ നമുക്കിവിടെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതിൽ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ള കാര്യങ്ങളും അവിടെ അതിൻ്റെ ഒരു ലൈനപ്പ് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ നമ്മളത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗ്രോയിലും അപ്സ്റ്റോപ്സിലും ഒക്കെ കണ്ട ഡാറ്റാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് അതിൽ കുറച്ചധികം സമയം വർക്ക് ചെയ്ത് കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളതിൽ കുറച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റേഴ്സ്, ഈ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ്റെ യൂസേഴ്സ് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് ആണ്. നാഷണലാണെങ്കിൽ അത് ഗവൺമെൻറ് ആണ് അവിടുത്തെ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് മാർക്കറ്റ് ഫോഴ്സ്ഡ് ആണ്, പക്ഷേ നാഷണൽ എന്നുള്ളത് എക്കണോമി ഫോഴ്സ്ഡ് ആണ്.
ഇതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ്, മറ്റേ ഇന്ത്യൻ സ്പെസിഫിക് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ്. ഇത് നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ മെയിൻ പ്രോസസ് എന്നുള്ളത് നമ്മുടെ GDP, പിന്നെ അതേപോലെ മോണിറ്ററി, അതേപോലെ ഫിസിക്കൽ പോളിസീസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് അമേരിക്കൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് അമേരിക്കൻ മീൻസ് നോർത്ത് അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. സിംപ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ US കുറേ അധികം ബിസിനസ്സും ഇന്ത്യയിലുള്ള ബിസിനസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അഗ്രികൾച്ചറിൽ ചിലപ്പോൾ അവിടുത്തെ അഗ്രികൾച്ചറിൽ വേറൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ബിസിനസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ സെക്ടോറിയൽ ബിസിനസ്സുകളുടെ ഒരു സെക്ടോറിയൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. അത് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ്സും റിസർച്ച് ഏജൻസീസും ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹയറാർക്കി ഓൾമോസ്റ്റ് നമ്മുടെ ഗവൺമെൻറ് സെക്ടേഴ്സിലെ പോലെ തന്നെ ഉള്ളതാണ്. അല്ലെങ്കിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന പോലെ തന്നെ ഒരു സെക്ടേഴ്സാണ്. ഇവിടുത്തെ ഒരു 6 ലൈനാണ്. നമ്മൾ നേരത്തെ 5 ലൈൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു 6 ലൈൻ അല്ല, ഒരു 5, നമുക്ക് നേരത്തെ 4 ലൈനാണ്, പക്ഷെ ഇവിടെ അത് ഒരു 6 ലൈൻ ക്ലാസിഫിക്കേഷൻസ് ആണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഏരിയാസ് നമുക്ക് നെക്സ്റ്റ് ഒരു അടുത്ത ടോപ്പിക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഏരിയ എന്നുള്ളത് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്, ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ ഒരു PPT കൂടെ അയച്ചുതരാം. അതിലുള്ള ലിങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത ലിങ്കുകളാണ്. ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്താൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം എവിടെയെങ്കിലും ഇന്നർ പാർട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ചോദിക്കുക. പിന്നെ എക്സാമിന് അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാനെന്നുള്ളൊരു സമയം കിട്ടാതെ പോകും. എപ്പോഴും നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ കേസസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ കേസിലൊക്കെ ഷോർട്ട് നോട്ടിന് പകരം ഒരു ഡീറ്റെയിൽ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് എടുക്കുന്നതായിരിക്കും നമുക്ക് നന്നാവുക കേട്ടോ. നമ്മളെ സമയത്തിനനുസരിച്ച്. പിന്നെ ഈ നോട്ട് നമുക്ക് ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. അത് നോട്ട്ബുക്കിൽ എഴുതുകയൊന്നും വേണമെന്നില്ല. നിങ്ങളൊരു ഗൂഗിൾ ഷീറ്റിലൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ ശരി, നമുക്ക് ബാക്കി പോർഷൻസ് നമുക്ക് നാളെ ഇരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്താലോ, സിനാനും കൂടെ ജോയിൻ ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ എന്നാൽ അസിത എല്ലാ ഏരിയാസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എന്തായാലും ചെയ്യണേ. നെക്സ്റ്റ് സാറ്റർഡേയിലേക്കുള്ള സെറോദ വേഴ്സിറ്റിയും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ്സിൻ്റെതും ടെസ്റ്റിൻ്റെതും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് NISത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് NISത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് ചെയ്ത് നോക്കാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണ് നാളെ മീറ്റ് ചെയ്യുന്നത്. ശരിയാ. ഓക്കെ. ആടാ, ഞാൻ സെഷൻ ക്ലാസ്സിലായിരുന്നു, അതാ കട്ട് ചെയ്തത്. ഓക്കെ. ഓക്കെ. എത്ര എമൗണ്ട് ആണ് ചെയ്യുന്നത് പറഞ്ഞത്? ഓക്കെ. എന്നാ ഞാനിപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വേണേൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ. ലിങ്ക് അവർക്ക് മെസ്സേജ് ആയിട്ട് വരും. അതെ, അവർക്ക് മെസ്സേജ് ആയിട്ട് പോവുക.